സഹായിക്കട്ടെ. ആമേൻ. സങ്കീർത്തനം ഒരു വാക്യം ഇങ്ങനെ വായിക്കുന്നുണ്ട്, ദൈവം തൻ്റെ ജനത്തിൻ്റെ, ബാക്കി നിങ്ങൾ പറയണം, ദൈവം തൻ്റെ ജനത്തിൻ്റെ സ്ഥിതി മാറ്റുമ്പോൾ എന്തുണ്ടാകുന്നു? യാക്കോബ് സന്തോഷിക്കുകയും ഇസ്രായേൽ ആനന്ദിക്കുകയും ചെയ്യും. നമ്മുടെ പ്രിയ രക്ഷാമോള് ചില ദിവസങ്ങൾ നമ്മുടെ കൂടെ ആയിരുന്നു. അവൾ നാളെ തിരിച്ചവിടെ പഠനത്തിനായി കടന്നു പോകുന്നു. കർത്താവ് നമ്മെ അവളെ സഹായിക്കണേ. തുടർന്നുള്ള പ്രാർത്ഥനയിൽ അവളെ ഓർക്കുക. ദൈവം നമ്മെ സഹായിക്കട്ടെ. ആമേൻ. കഴിഞ്ഞ ആഴ്ചയിൽ ഒരു വളരെ സന്തോഷകരമായ ആഴ്ച ദൈവം നമുക്ക് നൽകി. നമ്മുടെ കുഞ്ഞുങ്ങൾ 11 പേര് കർത്താവിൻ്റെ കൽപ്പന അനുസരിക്കുവാൻ ഇടയായി തീർന്നു. അവർക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ ദൈവാത്മാവ് എനിക്ക് തന്ന ആമേൻ ഒരു നിയോഗം അവർക്ക് വേണ്ടി മാത്രമല്ല, നിങ്ങൾക്ക് വേണ്ടിയുള്ള ഒരു നിയോഗമായി ദൈവാത്മാവ് തന്ന വചനത്തിനായി ഞാൻ സ്തോത്രം ചെയ്യുന്നു. നമ്മുടെ പൈതങ്ങൾ മാത്രമല്ല, സ്നാനപ്പെട്ട എല്ലാവരും തന്നെ സ്നാനപ്പെടുന്നതിന് മുമ്പേ അവർ കർത്താവിൽ വിശ്വസിച്ചത് കൊണ്ട് അവർ ദൈവത്തിൻ്റെ മക്കൾ തന്നെയാണ്. യെസ്. എന്നാൽ നിങ്ങളുടെ ഐഡൻറ്റിറ്റി മാറിയത്, നിങ്ങൾ മക്കളല്ല, ഇപ്പം നമ്മൾ ആരായി മാറി? പ്രിയ മക്കളായി മാറി എന്ന് ഉറപ്പ്. സ്നാനപ്പെട്ടവരെല്ലാം ഒന്ന് കൈ ഉയർത്തി, ഞാൻ എൻ്റെ ദൈവത്തിൻ്റെ പ്രിയമായത്. ആമേൻ. വിശ്വാസ സ്നാനം സ്വീകരിച്ച് കർത്താവിൻ്റെ കൽപ്പന അനുസരിച്ച് മുൻപോട്ട് പോകുന്നവരോട് ഞാൻ പറയട്ടെ, നമ്മൾ വന്നിരിക്കുന്ന യാത്ര ലോകയാത്രയല്ല, നമ്മുടെ യാത്ര ആത്മീയ യാത്രയാണ്. ഈ ശരീരം മരണം കൊണ്ട് മണ്ണോട് മണ്ണായി മാറുമെങ്കിലും ഇതല്ല നമ്മുടെ ദേശം. നമുക്ക് നിത്യമായ ഒരു ദേശം ദൈവം ഒരുക്കി വെച്ചിട്ടുണ്ട്. എന്താണ് നമ്മുടെ ഫൈനൽ ഡെസ്റ്റിനേഷൻ? എവിടെയാണ് നമ്മൾ എത്തുന്നതിനെ കുറിച്ച് നല്ല ഉറപ്പ് നമുക്കുണ്ടായിരിക്കണം. ആമേൻ. ഈ യാത്ര അവസാനിക്കുന്നത് ദൈവത്തിൻ്റെ സന്നിധിയിലാണ്. നാം ചിന്തയാണ്. അപ്പോസ്തലനായ പൗലോസ് പറയുന്നൊരു കാര്യമുണ്ട്, ഞാൻ നല്ല പോർ പൊരുതു, ബാക്കി നിങ്ങൾ ഉറക്കെ പറയണം. ഉറപ്പുള്ളവരൊക്കെ വാ തുറന്ന് പറയണം. ബാക്കി അറിയാൻ വയ്യാത്തൊരാരും, ഞാൻ നല്ല പോർ പൊരുതു. ശബ്ദം ഉയരട്ടെ, ഒന്ന് ധൈര്യമുള്ളവരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഓട്ടം തികച്ചു, വിശ്വാസം കാത്തു, നീതിയുടെ കിരീടം എനിക്ക് മാത്രമല്ല, കർത്താവായ യേശുക്രിസ്തുവിൻ്റെ പ്രത്യക്ഷതയിൽ, ആ വാക്കിന് ഒത്തിരി അർത്ഥമുണ്ട്. പ്രത്യക്ഷതയിൽ പ്രിയം എന്നൊരു വാക്കുണ്ട്. പ്രിയം. എന്താണ് നിങ്ങളുടെ പ്രിയം? ഒത്തിരി കാര്യങ്ങൾ ഭൂമിയിൽ നമുക്ക് പ്രിയമായിട്ടുണ്ടെങ്കിലും അതെല്ലാം മാറിപ്പോകും. പക്ഷേ യേശുക്രിസ്തുവിന്റെ പ്രത്യക്ഷതയിൽ താല്പര്യം വെക്കണം. But we should be expecting in the coming of the Lord Jesus many things in the world when they go away. നമുക്ക് ഈ ലോകത്തിൽ ഒന്നും പ്രിയമായിട്ടില്ല. അതെല്ലാം മണ്ണുകൊണ്ട് മാറിപ്പോകും, മരണം കൊണ്ട് മാറിപ്പോകും. എന്നാൽ യേശുക്രിസ്തുവിന്റെ പ്രത്യക്ഷതയിൽ പ്രിയം വെക്കണം. But we should be waiting and love the appearance of our Lord. Amen. Hallelujah. നിങ്ങൾക്ക് സന്തോഷമുണ്ടോ? Hallelujah. ഈ ഭൂമി കിടന്ന് കുറേ നാളോട് കഷ്ടപ്പെടാനാണോ? ഒന്നുമില്ല. Hallelujah. ദൈവം ആഗ്രഹിക്കുന്നത് നമ്മുടെ പ്രിയം എവിടെ ആയിരിക്കണം? യേശുക്രിസ്തുവിന്റെ പ്രത്യക്ഷതയ്ക്ക് വേണ്ടി വളരെ സന്തോഷത്തോടെ കാത്തിരിക്കാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ. May God help us to have the hope to wait for the Christ returns. ഇന്നലെ രാത്രി ഞാനിവിടെ ഓർപ്പിച്ചതാണ്, കഴിഞ്ഞ ഈ ഓഗസ്റ്റ് വരെയുള്ള എല്ലാ മാസങ്ങളിലും 7.2 മേളിൽ 7.4, 7.6 എന്നുള്ള നിലയിൽ ദൈവഭൂമിയെ കുലുക്കിക്കൊണ്ടിരിക്കുകയാണ്. We see a lot of earthquakes which are happening in different parts of the world. കഴിഞ്ഞ ദിവസം പ്രിയ സാജൻ ബ്രദറിനോട് പറഞ്ഞപ്പോൾ തന്നോട് ആ വാക്യം ദൈവാത്മ ഇടപെട്ടതാണ്. സ്തോത്രം. ആമേൻ, സ്തോത്രം.
ദൈവം ഭൂമിയുടെ അടിസ്ഥാനങ്ങളെ കുലുക്കിക്കൊണ്ടിരിക്കുകയാണ്. Even as Brother Sergeant reminded in worship, the Lord is shaking the foundations of the earth. Amen. അത് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. And those things are happening literally before our sight. ഭൂമിയുടെ അകൃത്യം അതിനുമേൽ ഭാരമായി വന്നിരിക്കുന്നു. Because the sins of the world is shaking the very foundations of the world. രാജ്യങ്ങളെ ദൈവം കുലുക്കുമ്പോൾ എൻ്റെ ഹൃദയത്തിൽ ഒരു ഭാഗത്ത് ദുഃഖമുണ്ടെങ്കിൽ മറുഭാഗത്തിന്റെ പ്രത്യാശ വർദ്ധിക്കാം. As God shakes each and every nation, on one side there is a sadness, but another side my hope is increased. ഞാൻ എപ്പോഴും നോക്കുന്ന ഒരു ന്യൂസ് കർത്താവിന്റെ വരവിനെ കുറിച്ച് പ്രത്യാശ വെക്കാൻ പറയുന്ന എന്തെങ്കിലും ന്യൂസ് ലോകത്തിലുണ്ടോ എന്നുള്ളതാണ്. Every time when I check the news, I see for the news which increases my hope in the coming of the Lord is very near. വചനം അങ്ങനെ തന്നെ പറയുന്നു. സ്തോത്രം. നിങ്ങൾ യുദ്ധങ്ങളെ യുദ്ധസ്തുതികളെ കുറിച്ച് കേൾക്കുന്ന മാത്രമല്ല ക്ഷാമങ്ങളും ഭൂകമ്പങ്ങളും ഉണ്ടാകും. ആമേൻ. അപ്പോൾ നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യമുണ്ട്. നമ്മെ തന്നെ ഒരുക്കി നമ്മുടെ വിളക്കുകളെ ഒന്ന് പരിശോധിച്ച് സ്തോത്രം കർത്താവിന്റെ വരവിന് ഒരുങ്ങുവാൻ ഇന്ന് രാവിലെ ആദ്യം തന്നെ ഞാനൊരു പ്രബോധനമായി പറയുക. When we hear about the wars and rumors of wars and about earthquakes and famines and different calamities in the world, we know the coming of the Lord is very near, and our response is to prepare ourselves, to purify ourselves to receive the Lord. Amen. ഒരു ഭാഗത്ത് സ്തോത്രം ഭൂമി ഉലക്കമാണെങ്കിൽ മറുഭാഗത്ത് അഗ്നിഗോളമായി പലയിടങ്ങളിൽ വെളിപ്പെട്ട് വരുന്നുണ്ട്. ഒരു ഭാഗത്ത് ചൂട് ആണ്, ഒരു ഭാഗത്ത് അഗ്നിഗോളമാണ്, ഒരു ഭാഗത്ത് ജലപ്രളയമാണ്. അന്തരീക്ഷങ്ങൾ അധികം മാറ്റിക്കൊണ്ടിരിക്കുന്നു, കാലാവസ്ഥകൾ അധികം മാറ്റുന്നു. On one side we see earthquake, another side wildfires, another side cyclones and floods, and Lord is shaking the world, and it all reminds us the end times are near. Amen. Amen. ദീർഘമണിക്കൂറിൽ 24 മണിക്കൂർ 16 മണിക്കൂറൊക്കെ ഒരു പ്ലെയിനിൽ കാലും നീട്ടാതെ ബെൽറ്റൊക്കെ ഇട്ട് ഇങ്ങനെ യാത്ര ചെയ്ത് കുറേ നേരമായി ഇങ്ങനെ യാത്ര ചെയ്ത് പോകുമ്പം കൊച്ചിയോട് അടുക്കാവുന്ന സമയമാകുമ്പോഴത്തേക്കിന് നിങ്ങളുടെ മുഖത്ത് മ്ലാനതയാണോ സന്തോഷമാണോ? When we are taking a long flight to India and it's been 24 hours, you're sitting in the plane. When you see the India closing by, destination closing by, are you joyful or are you sad? ജോമി ബ്രദർ എന്തോ തോന്നിയത്? വളരെ സന്തോഷമല്ലേ? എന്താ കാര്യം? ഈ ഫ്ലൈറ്റ് ലാൻഡ് ചെയ്യാറായി. It's time for my flight to be landed. വീടിന്റെ അടുത്തു. I'm closer to my home. ഇന്ന് രാവിലെ നിങ്ങളുടെ മുഖത്ത് നോക്കി അയ്യോ ഇവിടെ അടുത്ത് പോയല്ലോ എന്ന് ചിന്തയാണോ? When I look at your face, are you sad? Oh my. ഇങ്ങനെ ഞെരുങ്ങി കാലിന് മടക്കാതെ ബാത്റൂമിലൊന്നും പോകാതെ ഇങ്ങനെ ഞെരുങ്ങി ഇരിക്കുന്നതാണോ സന്തോഷം? ഒരു വിശാലത വന്ന് ദൈവത്തിന്റെ മുഖം കണ്ട് ആരാധിക്കുന്നതാണ്. Do you just want to get by, or are you joyful the coming of the Lord is near and will worship him in his freedom? ചില മുഖത്ത് നോക്കി ഇവിടെ ഇരിക്കുന്നല്ലോ എന്ന് തോന്നുന്നു. Looking at some of your face, it seems like you like to be here. വിശാലമായി ദുഃഖമില്ലാത്ത, വേദനയില്ലാത്ത, കണ്ണുനീരില്ലാത്ത, ഡോക്ടേഴ്സ് അപ്പോയിന്റ്മെന്റ് വേണ്ടാത്ത ആമേൻ ഒരു നിത്യരാജ്യം ദൈവം നമുക്ക് വേണ്ടി ഒരുക്കുന്നുണ്ടെന്ന് ഉറപ്പുണ്ടെങ്കിൽ സന്തോഷത്തോടെ പറഞ്ഞ ആ നാടിനെ ഞാൻ പ്രതീക്ഷയോടെ. Are you waiting expectantly for the eternal life where there is no joy, there is no sadness, no sorrow, no tears? Are you waiting for that? 2 മണിക്കൂറോ 3 മണിക്കൂറോ ഫ്ലൈറ്റ് ജേർണി ഉണ്ടെങ്കിൽ ഇറ്റ്സ് ഓക്കെ. എന്നാൽ 70 വർഷമായി 45-80 വർഷമായി അല്ലെങ്കിൽ സ്തോത്രം 60 വർഷമായി ഈ യാത്ര ഇങ്ങനെ ചെയ്തുകൊണ്ട് പോകുമ്പം കൊച്ചു പിള്ളേരോട് പറഞ്ഞാൽ അവർക്ക് കല്യാണം കഴിക്കണമെന്നും ജീവിക്കണമെന്നേ ഉള്ളൂ. എന്നാൽ ജീവിതത്തിന്റെ ഒരു സാഹചര്യം പറയും എന്റെ കർത്താവേ അങ്ങ് വന്നിരുന്നെങ്കിൽ മതിയായിരുന്നു. I mean, after a long journey of 40, 50, 60 years, even as you approach us, we are waiting. Yes. Lord, your coming is very near, oh Lord. നീ എപ്പോൾ വരും? Oh Maranatha, Lord, when will you come? ഓരോ ദിവസത്തെ നമ്മുടെ പ്രാർത്ഥന ദൈവത്തിന് സ്തോത്രം. Let that be our daily prayer. അത് നിങ്ങളുടെ മുഖത്ത് കാണുമ്പോൾ ഒരു സന്തോഷം തോന്നണം. And when I look at your face, I should see the joy of God. വീടോട് അടുക്കാറായി എന്ന ബോധ്യം വരുമ്പം നമ്മളൊന്ന് റെഡി ആകും അല്ലേ? സ്തോത്രം. Even as we are prepared when we are approaching our destination. അല്ലേ? അങ്ങനെയല്ലേ മനോജേ? ക്ഷീണമെല്ലാം മാറത്തില്ലേ? ക്ഷീണം മാറിയിട്ട് സ്തോത്രത്തോട് പറയും എന്റെ നാടോട് ഞാൻ അടുത്തു, എന്റെ വീടോടടുത്തു, അതുകൊണ്ട് അല്പസമയം കൂടെ ഉള്ള യാത്ര എന്ന് സന്തോഷത്തോടെ പറയാനും കഴിയുന്നവർ ക്ഷീണം മാറുന്ന ദൈവത്തിൽ സന്തോഷിപ്പാനിടയായി. Hallelujah, hallelujah, hallelujah. Amen. Hallelujah. വളരെ വേഗത്തിൽ ഒരു വേദവാക്യം ഞാൻ വായിച്ച് മുൻപോട്ട് നീങ്ങുന്നു. എഫേസ്യർ 5-ാം അധ്യായം, സമയം പോകുന്നു, 5-ാം അധ്യായത്തിന്റെ 1-ാം വാക്യം. Let's read Ephesians chapter 5 verse 1. Yeah. Yes. 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 Amen. Amen. വളരെ പരിചിതമായ ഒരു വേദവാക്യമാണ് നാം വായിച്ചു കേട്ടത്. This is a very familiar Bible verse that we read.
Amen. Be the imitators of God as dear children. Be imitators of God as beloved children. ആ വാക്യം നിങ്ങൾ ശ്രദ്ധിച്ചോ? Did you pay attention? ആകയാൽ നിങ്ങൾ മക്കളെന്ന പോലെ, അങ്ങനെയാണോ? ഒന്ന് വായിച്ച് ശ്രദ്ധിച്ച് വായിച്ചേ, ഒന്നുകൂടെ ശ്രദ്ധിച്ചു വായിച്ചേ. കണ്ണാടി വേണ്ടി ഒന്നുകൂടെ ശരി കണ്ണാടി മാറ്റിയിട്ട് ശരിക്കും പറഞ്ഞു. ആകയാൽ ഒന്ന് പറഞ്ഞേ, പ്രിയ മക്കൾ. ഒന്ന് പറഞ്ഞേ, ആകയാൽ പ്രിയ മക്കൾ എന്ന പോലെ ദൈവത്തെ അനുകരിപ്പീൻ. സ്തോത്രം. So is it just children? It is beloved children. Therefore be imitators of God as beloved children. Amen. കഴിഞ്ഞ ആഴ്ചയിൽ കർത്താവിനെ കൽപ്പന അനുസരിച്ച് നമ്മുടെ കുഞ്ഞുങ്ങളുടെ സ്റ്റാറ്റസ് മാറി. അവരാരായി മാറി? പ്രിയ മക്കളായി മാറി. A lot of our children, their status changed last week. They are now beloved children of God. എന്നാൽ വളരെ ദുഃഖത്തോടും വേദനയോടും പറയാം, യാത്ര ആരംഭിച്ചെങ്കിലും അവസാനമായപ്പോഴത്തേക്കിന് പ്രിയ മക്കൾ എന്നുള്ള ആ സ്റ്റേജ് മാറി ദൈവം നമ്മോട് നേരസപ്പെടുന്ന ഒരു അവസ്ഥയായി മാറാതിരിക്കുവാൻ നാം ഗൗരവമായി സൂക്ഷിക്കേണ്ടത് ആവശ്യം. But we have to be careful. We see many instances, although we started a good start to our journey, many times we see the stories where God is not pleased with the people of God. അതിനോടുകൂടെ ബന്ധത്തിൽ ഉദാഹരണമായി ആണ് രണ്ടാം വാക്യത്തിൽ പറഞ്ഞ ക്രിസ്തുവും നിങ്ങളെ സ്നേഹിച്ചു. ഹല്ലേലൂയ. And as an example, Lord is sharing that as Christ loved us. ആമേൻ. ക്രിസ്തുവും നിങ്ങളെ അല്ലെങ്കിൽ എന്നെ എന്ത് ചെയ്തു? സ്നേഹിച്ചു. As Christ loved us. സ്നേഹം ഒരു വൺ വേ ട്രാഫിക് അല്ല. Love is not a one-way traffic. ആമേൻ. Hallelujah. ശ്രദ്ധിക്കണം, ഒരാൾ മാത്രം ഇങ്ങോട്ട് സ്നേഹിക്കുകയല്ല, നാം കർത്താവിനെ എന്ത് ചെയ്യണം? അങ്ങേയറ്റം സ്നേഹിക്കാനിടയായിട്ടുണ്ട്. It's not just Lord loving us, we should also reciprocate the love as we should also be loving God. സ്നേഹം വർദ്ധിച്ച് വർദ്ധിച്ച് വരുമ്പോഴാണ് ആമേൻ കർത്താവ് ഞങ്ങളുടെ പൊന്നുമോനെ എന്ന് വിളിക്കത്തക്ക നിലയിൽ നമ്മുടെ സ്നേഹം വർദ്ധിപ്പാനിടയായിത്തീരും. When our love increases in our relationship with God, that's when God calls us my beloved child. ഞാൻ എൻ്റെ അനീഷിനോട് എനിക്ക് ഒത്തിരി താല്പര്യമുണ്ട്. എനിക്കെപ്പോഴും സന്തോഷമുള്ള സഹോദരന, ഞാൻ അനീഷിന് വേണ്ടി കൈ അങ്ങോട്ട് നീട്ടുക, അനീഷ് ഇങ്ങോട്ട് കൈ തരുന്നില്ലെങ്കിലോ? If I love brother and I extend my hand, but if he doesn't extend his hand, എന്തോ ചെയ്യും? what will you do? നിങ്ങൾ പറ. ഞാൻ അനീഷിനെ കൈ നീട്ടു, അനീഷ് കൈ ഇങ്ങനെ മടക്കിയിരിക്കുക, ഈ കൈ ഞാൻ അങ്ങ് വലിക്കത്തില്ലേ? If I extend my hand and the brother doesn't return, won't I take my hand back? ആമേൻ. ശ്രദ്ധിക്കണം, നമ്മുടെ സ്നേഹം വർദ്ധിക്കുന്ന എപ്പോഴെന്നറിയാമോ? കർത്താവ് നമുക്ക് വേണ്ടി കൈ നീട്ടുമ്പോഴും നമ്മൾ വേഗത്തിൽ അവന് വേണ്ടി കൈ കൊടുക്കുന്നതാണ് സ്നേഹത്തിന്റെ പൂർത്തീകരണം. When the Lord extends his hand towards us and when we surrender ourselves and give our hands to God, that's when the love, our relationship increases. ആമേൻ. കർത്താവ് നമ്മെ സ്നേഹിച്ചെങ്കിൽ, ആമേൻ, കർത്താവിനെ സ്നേഹിക്കാത്ത ഏവനും ശപിക്കപ്പെട്ടവൻ എന്നൊരു വാക്യമുണ്ട്. ഇന്ന് രാവിലെ കർത്താവുള്ള സ്നേഹം നമുക്ക് അധികം വർദ്ധിക്കുവാനിടയായി. Whoever doesn't love God is cursed one. That's the verse. Let the love towards our Lord increase these days. Amen. Hallelujah. ഒരു ദിവസം വന്ന് 2 മണിക്കൂർ ഇവിടെ ഇരിക്കുന്നതല്ല സ്നേഹത്തിന്റെ പ്രകടനം. ജീവിതത്തിന്റെ എല്ലാ യാത്രകളിലും കർത്താവോട് ചേർന്ന് നടക്കാൻ ദൈവം നമ്മളെ സഹായിക്കട്ടെ. To sit in the presence of God for 2 hours on a Sunday service is not just a reflection of our love, but in every sphere of our daily life. ആ വാക്യത്തിൽ ഞാൻ അനേക സന്ദർഭങ്ങളിൽ ധ്യാനിച്ചപ്പോൾ എൻ്റെ ഹൃദയത്തിന് ഒത്തിരി നന്ദിയുണ്ട്, ഹൃദയം നിറഞ്ഞു. അവിടെ വായിക്കുന്ന എങ്ങനെയാണ്? അവൻ നമുക്ക് വേണ്ടി തന്നെ താൻ ദൈവത്തിന് സൗരഭ്യവാസനയായ വഴിപാടും യാഗമായി അർപ്പിച്ചതുപോലെ. Just like the Christ gave himself up for us, a fragrant offering and sacrifice to God. ഈ ആഴ്ചയിൽ നിങ്ങൾക്ക് കഴിയുമെങ്കിൽ ഈ വചനവുമായിട്ട് മണിക്കൂറുകൾ നിങ്ങൾ ഇരിക്കണം. You know, with this just verse, you can spend hours and hours meditating on this. ഓടിച്ചു വിടരുത്. സങ്കീർത്തനം വായിക്കുന്നവർ ഓടിച്ചു വിടാനുള്ള വാക്യമല്ല ഇത്. സ്തോത്രം. എനിക്ക് വേണ്ടി എന്നെ സ്നേഹിച്ച് തന്നെത്താൻ ദൈവത്തിന് സൗരഭ്യവാസനയായ വഴിപാടായി യാഗമായി തന്നെ അർപ്പിച്ചെന്ന് വായിക്കുന്നത്. It says that he loved us so much that he offered himself as a fragrant offering for us. ആമേൻ. സ്തോത്രം. ആമേൻ. ഒരു വഴിപാടെന്ന് പറയുമ്പോൾ ആമേൻ തിരിച്ചു വരുന്നതല്ല യാഗവസ്തു. ആമേൻ. ആ യാഗപീഠത്തിൽ കത്തിയെരിഞ്ഞ് ചാമ്പലായി മാറുന്നത് വരെ നമ്മെ സ്നേഹിച്ച മഹാസ്നേഹം ഓർക്കുമ്പോൾ ഇന്ന് പകൽക്കാലം നിങ്ങളെ എത്രമാത്രം പകരം കൊടുക്കുന്നുണ്ടെന്ന് നിങ്ങൾ തന്നെ ചോദിക്കണം.
A sacrifice is not something which comes back as it went, but it is burned and burned to the ashes. And similar way, God died for us and demonstrated His love for us. ആമേൻ. സകലം വായിക്കുന്ന ഒരു ശരീരം നിനക്കായി ഒരുക്കിയിരിക്കുന്നു, ഇതാ നിന്നെ ഇഷ്ടം ചെയ്യുവാൻ ഞാൻ പ്രിയപ്പെടുന്ന പറഞ്ഞുകൊണ്ട് ക്രൂശിൽ നമുക്ക് വേണ്ടി യാഗമായി തീർന്ന ആ യേശുവിന്റെ സ്നേഹം കൊണ്ട് ഹൃദയം നിറയുന്നില്ലെങ്കിൽ നമ്മുടെ സ്തോത്രത്തിന് ഒരു ഗുണവുമില്ല. ഹൃദയത്തിൽ നിറഞ്ഞു പറഞ്ഞു, എന്നെ സ്നേഹിച്ച് എനിക്ക് വേണ്ടി യാഗമായി തീർന്ന ആ യേശുവിനെ ഞാൻ എങ്ങനെ സ്നേഹിക്കും? O Lord, who said, Lord, here I am to do thy will, and who offered himself. If not, our heart is filled with the love of God, looking at his sacrifice, our praise should stem from that. Amen. Hallelujah. തന്നെ നമുക്ക് വേണ്ടി യാഗമായി സമർപ്പിച്ചപ്പോൾ അവിടെ ഉയർന്നു വരുന്ന ഒരു സൗരഭ്യം ഉണ്ടായിരുന്നു. ആ സൗരഭ്യം എന്ന് പറഞ്ഞാൽ സ്നേഹത്തിന്റെ സൗരഭ്യമാണ്. When he offered himself in the presence of God, there was a sweet aroma, a fragrance which rose. That was his love towards us. ആമേൻ. അത് സ്നേഹത്തിന്റെ സൗരഭ്യമായിരുന്നു. That was the fragrance of his love. കരുണയുടെ സൗരഭ്യമായിരുന്നു. That was the fragrance of his mercy. ക്ഷമയുടെ സൗരഭ്യം. That was the fragrance of his forgiveness. അതാണ് നമ്മെ ക്രിസ്തുവിലേക്ക് അടുപ്പിച്ചത്. And that is what brought us closer towards Christ. സൗരഭ്യവാസന എന്നൊരു പെർഫ്യൂമിന്റെ മണമല്ല, എനിക്ക് വേണ്ടി യാഗമായി തീർന്ന യേശുവിനെ ഞാൻ എങ്ങനെ സ്നേഹിക്കും? അപ്പോസ്തലനായ പൗലോസ് പറയുന്ന ഒരു കാര്യമുണ്ട്, യാതൊന്നിലും എന്നെ ദൈവസ്നേഹം മാറ്റുവാൻ സാധ്യമല്ല എന്ന് ഞാൻ ശക്തിയോടെ ചിരിക്കുന്നു. And Apostle Paul reminds us, what can separate us from the love of God? Nothing. This fragrant offering was for you and for me. Amen. Hallelujah. Hallelujah. യേശുവിന്റെ സ്നാനം കഴിഞ്ഞ് ആമേൻ സാത്താൻ യേശുവിനെ പരീക്ഷിക്കുവാനായി മരുഭൂമിയിലേക്ക് കൊണ്ടുപോയ ചരിത്രം നമുക്കറിയാം. We know the story where Satan took Jesus in the wilderness after the baptism of the Lord. കഴിഞ്ഞ ആഴ്ച സ്നാനപ്പെട്ട കുഞ്ഞുങ്ങളെല്ലാം ഒന്ന് കരമൂന്ന് ഉയർത്താമോ? Would you all raise your hand Those who take who took the water baptism last week? Amen. Lift your hands. Amen. Hallelujah. Hallelujah. അവർക്ക് വേണ്ടി മാത്രമല്ല, കഴിഞ്ഞ ദിവസങ്ങളിൽ കർത്താവിന്റെ കൽപ്പന അനുസരിച്ച് ഞാൻ പറയാം, ആമേൻ, യോർദാൻ വിട്ട് യേശു മടങ്ങിയത് എവിടേക്കാണെന്നറിയാമോ? പറഞ്ഞേ, ഒരു മരുഭൂമിയാണ്. Not only for them, but for all of us. After Jordan, Jesus went to a wilderness. ഈ സ്നാനക്കുളം വിട്ട് കഴിയുമ്പോൾ നിങ്ങൾക്ക് ഒരു മരുഭൂമി ഉണ്ട് കേട്ടോ. After this baptism, there is a wilderness journey in your life. ശ്രദ്ധിക്കണം, ശ്രദ്ധിക്കണം. Pay attention. നാം ജയിക്കേണ്ടത്, ഇവിടെയാ ജയിക്കേണ്ടത്. And in this wilderness journey, we have to be victorious. അവൻ യേശുവിന്റെ അടുക്കൽ വന്നിട്ട് ഈ സാത്താൻ വന്ന് പറഞ്ഞൊരു കാര്യമുണ്ട്, ശ്രദ്ധിക്കണമേ. And there is this thing Satan said to Jesus when he came near him. ഒരു ചോദ്യം ചോദിക്കുക. Satan is asking this question. നീ ഇത്രയും നാള് പട്ടിണി ഇരുന്ന് ഉപവസിച്ചല്ലോ. Oh, you fasted for so long. നിനക്കിപ്പോ വിശക്കുന്നുണ്ടല്ലേ? Oh, you are hungry now, I can see. അവൻ ചോദിക്കും, നീ ദൈവത്തിന്റെ പുത്രനാണെങ്കിൽ If you are son of God, ഈ കല്ലിനോട് നീ ഒന്ന് കൽപ്പിച്ചേ, command these stones, അതെന്തായി മാറും? and they will become into മാറും. bread. അല്ലേ? അതൊരു ഐഡന്റിറ്റി ക്വസ്റ്റ്യൻ ആണ്. ക്രൈസിസ് ആണ്. നീ ആരാണ്? And Satan is questioning the identity of Jesus. ആമേൻ, സ്തോത്രം. ഞാനാണെങ്കിൽ ഇപ്പൊ കാണിക്കാന്ന് പറഞ്ഞ കല്ലിനോട് കൽപ്പിച്ചേനെ, പക്ഷേ യേശു കർത്താവ് അങ്ങനെ ചെയ്തില്ല. If we were in Lord's shoes, we would have said, oh, I will show who I am, and we would have commanded. വ്യക്തിത്വങ്ങളെ ഐഡന്റിറ്റി ചോദ്യം എന്ന് ഒരുപാട് ചോദ്യങ്ങൾ വരുമ്പോൾ അതിന് ലോകപ്രകാരം മറുപടി കൊടുക്കാതെ വേണം സ്തോത്രം അതെ ആമേൻ സ്തോത്രം ജ്ഞാനത്തോടെ വിവേകത്തോടെ ഇടപെടുവാൻ കർത്താവ് നിങ്ങളെ അധികമായി സഹായിക്കും. In this world we are living in, you will encounter many questions which is questioning your identity at that time. With wisdom of God, may God help you to respond to that. മൂന്ന് ചോദ്യങ്ങളോടെ കാണുന്നു, ഞാൻ വിശദീകരിക്കേണ്ട കാര്യം. രണ്ടാമത്തെ ചോദ്യം എന്ന് പറഞ്ഞ സേഫ്റ്റി ഇഷ്യൂ ആണ്. സ്തോത്രം പറയുന്നു, നീ ദൈവത്തിന്റെ പുത്രനാണെങ്കിൽ താഴോട്ട് ചാട്. Satan is tempting, if you are the son of God, jump from here. അവൻ നിന്നെ കുറിച്ച് തന്റെ ദൂതന്മാരോട് കൽപ്പിച്ചിരിക്കുന്നു. Or he has commanded his angels concerning you. Or he will uphold you in his hand so you don't hit yourself against a stone. And using the word of God, say Lord was victorious over the temptations of Satan. And what was the third test? What was the third test? He took the Lord on the top of a mountain and showed him the glory of all the nations. You should do only one thing. What do you have to do? You just fall down and worship me. That all you have to do. I will give all this to you.
ഇവിടെയാണ് അനേക ഭക്തന്മാരും ദൈവദാസന്മാരും വീണു പോയിരിക്കുന്നത്. And it is this test where many, even the esteemed men of God, have fallen. അത് പൊസിഷണൽ ക്രൈസിസ് ആണ്. ഞാൻ നിനക്ക് തരാം. So that's a question about the position. I will give you something. I will give you something. അനേക ധനമോഹത്തിൽപ്പെട്ട് സ്ഥാനമാനങ്ങൾപ്പെട്ട് കുടുങ്ങിയിരിക്കുമ്പോൾ യേശു പറഞ്ഞു എനിക്ക് അതൊന്നും വേണ്ട. When many people have fallen into the temptation of position and power, but Jesus said, I don't want any of those. ഒരു വാക്കിൽ ഞാൻ കുഞ്ഞുങ്ങൾ ശ്രദ്ധിക്കണമേ, കുഞ്ഞുങ്ങൾ ദയവായി ശ്രദ്ധിക്കണം. Pay attention, children. നിങ്ങൾക്ക് വരുന്ന എല്ലാ പരീക്ഷകളുടെ മേലും ദൈവത്തിന്റെ വചനത്താൽ നമുക്ക് ജയിക്കുവാനിടയായി. Behind every temptation that you encounter in your life, there's a word of God which can make you victorious over it. ആമേൻ. സകല പരീക്ഷയുടെ മേലും ജയം നൽകാൻ കഴിയുന്ന ആ ദൈവത്തിന്റെ പുത്രന്റെ കൃപയിൽ നമുക്ക് ആശ്രയിപ്പാൻ ദൈവം നമ്മെ We can submit ourselves into the grace of God who can help us to be victorious in all our tests. ആമേൻ. സ്തോത്രം. ജീവിതത്തിന്റെ യാത്ര ആരംഭിച്ചിട്ട് അവസാനം എത്തുവാൻ കഴിയാതെ വേണം പരാജയപ്പെട്ട് തളർന്നു കിടക്കുന്ന ഒരു വ്യക്തി ജീവിതമല്ല നമ്മുടെ ആത്മീയ മണ്ഡലം. നമ്മൾ ആത്മീയ യാത്രയിൽ ശുഭധർമ്മത്തിൽ എത്തത്തക്ക നിലവാരത്തിൽ ദൈവം നമ്മെ സഹായിക്കട്ടെ, ശക്തീകരിക്കട്ടെ. Let our spiritual journey not be a story of failure, but it be of a victorious, as exemplified by our Lord Jesus Christ. ആമേൻ. സ്തോത്രം. പ്രിയരായി നാം കർത്താവിനെ അനുഗമിക്കുക. Be imitators of God as beloved children. ഒന്നുകൂടെ ഞാൻ പറയാം. എല്ലാവരും പറയാമോ? Amen. Become dearly beloved to God. Young people, listen to me. I need everyone to listen to me. Don't look in your phone. Don't do anything when we meditate the scripture. Okay? Nobody is allowed to take your phone. ഇന്നാളിൽ കർത്താവിന്റെ ദാസൻ പറഞ്ഞു നമ്മൾ നിൽക്കുന്നത് ദൈവത്തിന്റെ മുമ്പാകെയാണ്. We are standing in the presence of God. Amen. കാരണം കൃപാവരങ്ങളൊക്കെ ദൈവത്തിന്റെ ദാനമാണെങ്കിലും വചനം ദൈവമാണ്. ഹല്ലേലൂയ. All the gifts are the gifts of God, but the word is the God in God himself is the word. God himself before us. ഞാൻ ഒരു കാര്യം വളരെ രജ്ഞയോട് പറയാം. ദൈവവചനം കേൾക്കുന്ന സമയത്ത് പലരും പുറത്തേക്ക് പോകുന്നത്. Many times when the word is being preached, that's when people go out of the sanctuary. നിങ്ങൾ ഒരു പക്ഷെങ്കിൽ മോക്ഷിച്ചില്ലേക്കാം, പാപം ചെയ്തില്ലെങ്കിലും ദൈവവചനത്തോട് പ്രതികരിക്കുമ്പോൾ ദൈവത്തോട് ഭയമുണ്ടായിരിക്കണം. When we respond to the word of God, we should have the fear of God inside of us. ഞാനിവിടെ നിങ്ങളെ കാണുന്നില്ല, പക്ഷേ നിങ്ങളെ കാണുന്ന ഒരു ദൈവമുണ്ട്. Even if I don't see you, there's a God who sees you. So it is very important that when you listen the word, 100% you should be very attentive to the word. Hallelujah. Amen. Can you say amen to that? Amen. Amen to that? Amen. 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 I need everyone, young people, older people, doesn't matter who age you are. But when the word of God is spoken from here, you should hear a clear attention to the word of God. Amen. അല്ല പിശാച് നിങ്ങളെ അമ്മാനമാണ് ഇടയായിത്തീരുന്നത്. അതിനിടയാകാതിരിക്കണമെങ്കിൽ ദൈവവചനത്തോട് വളരെ ശക്തിയോടെ എൻ്റെ കർത്താവേ എന്നോട് സംസാരിക്കുന്ന ആഗ്രഹത്തോടെ നിങ്ങളായിരിക്കണം. We should be in an attitude, Lord, you're speaking to me. Lord, speak to me when we hear the word of God. Amen. അതുപോലെ ഒരു കാര്യം കൂടെ പറയാം. വചനം സംസാരിക്കുമ്പോൾ നിങ്ങൾ ആരെങ്കിലും പുറത്തുണ്ടെങ്കിൽ അവരോട് ദൂത് പറയണം. ഒറ്റ ഒരാൾ പോലും അവിടെ പോയി കാപ്പിടിക്കുന്നതിനോ സംസാരിക്കാനിടയാകരുത്. വചനം സംസാരിക്കുമ്പോൾ അകത്ത് നിന്ന് ഇരിക്കണം. Let be full attention when the word has been spoken. Let's advise others who may be outside. മാത്രമേ പറയാൻ പറ്റത്തുള്ളൂ. അതുകൊണ്ട് ഗൗരവമായി പറയുന്നു, ദൈവവചനത്തോടുള്ള ബന്ധത്തിൽ നാം വളരെ ജാഗ്രതമായി ദൈവത്തോടുള്ള ഭയത്തിൽ നാം ആയിരിക്കുന്നത് വളരെ ആവശ്യമാണ്. We should be very alert and very fearful in the presence of God when the word of God has been preached. ദൈവത്തെ അനുസരിച്ചാൽ ലഭിക്കുന്ന അനുഗ്രഹങ്ങളെ കുറിച്ച് ഞാൻ വേഗത്തിൽ മുന്നോട്ട് നീങ്ങുകയാണ്. Let me speak about the blessing if we were the imitators of God as his beloved children. നിങ്ങൾ പ്രാർത്ഥിക്കുന്ന വിഷയങ്ങൾ ഉണ്ടാകാം. You may have the prayer subjects which you have been praying for a long time. നമ്മൾ ആലയത്തിന് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന വിഷയമാണ്. There's a subject that we are praying for our church building. സംസാരിച്ചുള്ള പ്രാർത്ഥനയെ തടയുന്ന ദേശാധിപതി ശക്തിയുണ്ട്. But in your prayer there are powers which hinders the forces of the land. And I want to break that in the power of our Lord Jesus Christ. How many of you would join with me this morning? Oh, if the church is beloved church to God, if my personal life is beloved before Lord's presence, even as Daniel was waiting in the presence of God, waiting the answer to his prayer, God did not accuse the Daniel for not. They were saying, my beloved Daniel. What will God address when he's talking to us? Oh, will he say,
നിന്റെ പ്രശ്നത്തിന് പരിഹാരം ഉണ്ടാകും. If God were to call you his beloved children, your prayers would be answered. There's an answer to your questions. നിന്റെ മറുപടിയെ തടയുന്ന ഏത് വിഷയമാണെങ്കിലും ഞാൻ വിശ്വസിക്കുന്നു ദൈവം നിന്റെ പ്രധാന ദൂതനായ മീഖായേലിനെ അയച്ച് നിന്റെ മറുപടി നിന്റെ പക്കൽ വരുമെന്ന് വിശ്വസിക്കുന്നു. ഇന്ന് രാവിലെ പ്രിയരായിരിക്കാൻ No matter what question has been hindered, if he were to call you his beloved children, your prayers have been answered. He will send his angels for your answers. ദൈവസഭയ്ക്ക് ഏറ്റവും ആവശ്യമായിരിക്കുന്നത് നമ്മുടെ അവസ്ഥയ്ക്ക് ഒരു മാറ്റം വരണം. ഹല്ലേലൂയ. We earnestly desire a change in our situation. ബന്ധങ്ങൾക്കൊരു വ്യത്യാസം ഉണ്ടാകണം. There should be a change in our circumstance. നാളുകളായി നിങ്ങൾ പ്രാർത്ഥിക്കുന്നുണ്ട്, ശരിയാണ്. Yes, you have been praying for a long time. വിഷയമാകാം, രോഗവിഷയമാകാം, എന്തുമാകട്ടെ. No matter what the subject concerning your generation, concerning your health. പ്രിയനാണെങ്കിൽ നിന്റെ പ്രാർത്ഥനയ്ക്ക് മറുപടി ഉണ്ടെന്ന് വിശ്വസിക്കുന്നു. But if you are a beloved child of God, there's an answer to your prayer. പാർശ്വരാജാവിന്റെ പ്രഭുവിന്റെ നന്മയെ തടയുന്നെങ്കിൽ ഞാൻ പറയട്ടെ, പാർശ്വരാജ യുദ്ധം ചെയ്യാൻ ദൈവം തന്നെ മീഖായേലിനെ അയക്കുവാനാണ്. If a prince of Persia is hindering your answer to the prayer, God will send the Michael, the angel, to fight for you. ഇന്ന് രാവിലെ വിശ്വസിക്കുന്ന അത്ര പേര് എന്റെ പ്രാർത്ഥനയ്ക്ക് നിശ്ചയമായി മറുപടി നൽകണമെങ്കിൽ ഞാൻ How many of you believe, God, you will answer my prayer if I'm as a beloved children of God? ഹല്ലേലൂയ. Hallelujah. പ്രാർത്ഥനയ്ക്ക് ഒരു മറുപടി ഞാൻ പ്രിയരായ ദൈവത്തെ സേവിക്കുമ്പോൾ ലഭിക്കും ഞാൻ പൂർണ്ണമായി Oh വിശ്വസിക്കുന്നു. Lord, I truly believe I'll receive an answer to our prayers as I am beloved child of you. ഹല്ലേലൂയ. Hallelujah. ഞാൻ ഒരു ഉദാഹരണം പറയുമ്പോൾ നിങ്ങൾക്കൊന്ന് മനസ്സിലാവുന്ന ഞാൻ കഴിഞ്ഞ ദിവസം ആരോടൊക്കെ പറഞ്ഞു, ഞങ്ങളുടെ രണ്ടാമത്തെ മോൻ UT സൗത്ത് വെസ്റ്റ് ജോലി ചെയ്യുന്ന പ്രിയ ഞങ്ങളുടെ പൈതൽ ലിജു ദീർഘവർഷങ്ങൾ ടൈലർ ടെക്സസിൽ ജോലി ചെയ്തവനാണ്. My son, example, he was working in Baylor, Texas for a long time. ടൈലർ ടെക്സസ് ജോലി ചെയ്തവനായിരുന്നു. He was working in Tyler, Texas. പല സന്ദർഭങ്ങളിൽ ഞങ്ങൾ വീക്കെൻഡിൽ പോയി അവൻ ബേബി സിറ്റിങ്ങിന് വേണ്ടി ഇല്ലാമയോടെ പോകാറുണ്ടായിരുന്നു. And many times we used to go there as for babysitting. നിങ്ങളുടെ ധൈര്യത്തിന് വേണ്ടി ഞാനൊരു കാര്യം പറയാം. I'm just sharing it for your ഈ encouragement. സമയത്ത് നിങ്ങൾ ഉറങ്ങരുത് കേട്ടോ. Don't be found sleeping at this time. ഈ കാര്യം നിങ്ങൾ ശ്രദ്ധിക്കണം. Pay attention to this example. പ്രാർത്ഥനയ്ക്ക് ഒരു മറുപടി നിശ്ചയമായിട്ടുണ്ട്. There's an answer to your prayers for sure. ഒരു ദിവസം ഞങ്ങളുടെ പ്രിയ മൂത്ത പൈതൽ ലെൻസിന്റെ വീട്ടിലേക്ക് പോകും. വീട്ടിൽ നിന്ന് മടങ്ങി വരുമ്പോൾ Even as you're returning from Pastor Linson's house, ആമേൻ സ്തോത്രം, ആ വീട് തൊട്ടടുത്തൊരു വീട് ഫോർ സെയിൽ എന്ന് കണ്ടു. we saw a house next to it for sale. വളരെ മനോഹരമായ ഒരു വീടാണ്. And it was a nice, beautiful house. ഞാൻ ലീലാമ്മയോട് പറഞ്ഞു, നമുക്ക് നമ്മുടെ പൈതലിന് ഇങ്ങോട്ടൊരു മൂവ്മെന്റ് കിട്ടിയിരുന്നെങ്കിൽ, ഈ ഡാളസ് ജോലി കിട്ടിയിരുന്നെങ്കിൽ ഈ വീട് നമുക്ക് വാങ്ങിക്കാമായിരുന്നു. Or if our son were to move to Dallas, we could have brought this house. ഇന്ന് അവൻ UT സൗത്ത് വെസ്റ്റിൽ ഫാർമസിസ്റ്റ് ആയിട്ട് ജോലി ചെയ്യുന്നു. ഞാൻ പറഞ്ഞു വന്നതിന്റെ കാര്യം, ഒരു കാര്യം ഞാൻ ദൈവത്തോട് പറഞ്ഞു, കർത്താവേ, അവന് ഇവിടെ ഒരു ജോലി കിട്ടിയിരുന്നെങ്കിൽ ഈ വീട് ഞങ്ങൾക്ക് വാങ്ങിക്കാമായിരുന്നു. I just told Lord, if you were to move here, if he gets a job here, we could have brought this house. ശ്രദ്ധിക്കണം, ഈ കാര്യം പറഞ്ഞിട്ട് ഞങ്ങൾ ഒരു 10 അടി പോലും വണ്ടി മുന്നോട്ട് നീങ്ങിയില്ല. ഉടനെ എനിക്കൊരു ഫോൺ കോൾ വരികയാണ്. After I just said that and I would not have crossed more, I received a phone call. അവൻ പറഞ്ഞു, ഡാഡി, എനിക്കൊരു ഇന്റർവ്യൂ UT സൗത്ത് ഈസ്റ്റ് വന്നിട്ടുണ്ട്. My son, he replied, Dad, I have received an interview call from UT Southwestern. അന്ന് കോവിഡിന്റെ ടൈമാണ്. And this is during the time of COVID. പേഴ്സണൽ ഇന്റർവ്യൂ ഒന്നും അവർ ആഗ്രഹിച്ചില്ല. He doesn't want to come for a personal interview. ഫോണിൽ കൂടി ഇന്റർവ്യൂ നടത്തിയ പിറ്റേ ദിവസം അവന് ജോലി അവൻ ഓഫർ ചെയ്തു. And next day it was a phone interview and next day he was offered the job. ഞാൻ പറയട്ടെ സ്തോത്രം, ആ വീട് വാങ്ങിക്കാൻ പറ്റിയില്ലെങ്കിലും തൊട്ടടുത്ത് വേറൊരു വീട് വാങ്ങിക്കാൻ ദൈവം ഇടയാക്കി. If not that house, God enabled to buy a house nearby. ഞാൻ പോഴ്ചയെ പറയുന്ന ഒരു കാര്യമില്ല. നീ ദൈവത്തിന് പ്രിയനാണെങ്കിൽ നിന്റെ നന്മയെ തടയുന്ന ഏത് വിഷയത്തിന്മേലും ദൈവം മറുപടി അയക്കുന്ന വിശ്വസിക്കുന്നവരോട് ഞാൻ പറയട്ടെ, എത്ര നാളുകളായി നീ പ്രാർത്ഥിച്ച വിഷയത്തിന് മറുപടി ഇല്ലെങ്കിലും ദൈവത്തിന് പ്രിയനാണെങ്കിൽ ദൈവം തന്നെ ദൂതനെ അയച്ചതിനെ വിടുവിപ്പാൻ ദൈവം സർവശക്തനാണ്. അതുകൊണ്ട് ഈ ദിവസം വിശ്വാസം പറയാ, കർത്താവേ, അങ്ങേക്ക് പ്രിയനായിരിക്കാൻ എന്നെ സഹായിക്കണമേ. Let's pray, Lord, help me to be a beloved child of yours. No matter how long your prayers are there for, God will send an answer. Amen. Hallelujah. ഏറ്റവും ആമേൻ സ്നേഹിച്ച ഒരു മകനായിരുന്നു അബ്രഹാമിന്റെ ജീവിതത്തിൽ ഇസഹാക്ക്. താൻ സ്നേഹിച്ച മകനായിരുന്നു. Isaac was the most beloved child of his father Abraham. ഒരിക്കൽ അബ്രഹാമിനോട് ദൈവം പറയാ, മോനെ സ്തോത്രം, നീ ഏറ്റവും സ്നേഹിക്കുന്ന നിന്റെ ഏകജാതനായ മകനെ എന്ത് ചെയ്യണം? എനിക്ക് വേണ്ടി നീ യാഗമർപ്പിക്കണം. God told Abraham, you should offer your beloved child Isaac to me as a sacrifice. ആമേൻ സ്തോത്രം. മറുപടിക്ക് വേണ്ടി വേറെ ഒന്നും കാത്തിരിക്കാതെ വേണം താൻ തീരുമാനം. ഏറ്റവും സ്നേഹിച്ച എന്റെ മകനായ ഇസ്ഹാക്കിനെ ആണെങ്കിലും ദൈവകൽപ്പനയുടെ മുമ്പിൽ ഞാൻ പ്രിയപ്പെടുന്നത് കൊണ്ട് അവനെ അർപ്പിക്കുവാൻ അബ്രഹാം തയ്യാറായി. And Abraham, because he loved God so much, he was ready to offer him Isaac as sacrifice. അതുകൊണ്ട് അബ്രഹാമിനെ കുറിച്ച് യാക്കോബിൽ വായിക്കുന്നത്, അബ്രഹാമിന് എന്ത് പേര് ലഭിച്ചു?
ജീവിച്ചു ദൈവത്തിന്റെ സ്നേഹിതനെന്ന പേര് പ്രാപിച്ചെന്നാ വായിക്കുന്നത്. And we read in the New Testament that Abraham was called as the friend of God. Amen. എന്തുകൊണ്ടാ ദൈവത്തിന്റെ സ്നേഹിതന്റെ പേര് വിളിക്കപ്പെടാൻ? How did he came to be called as a friend of God? അവൻ ഏറ്റവും സ്നേഹിച്ചത് എന്തോ അതിനെ അർപ്പിക്കാൻ അവൻ തയ്യാറായതുകൊണ്ടാ. What he loved most in his life, he was able to sacrifice that in the Lord's presence. ജോലിയെയാണ് കൂടുതൽ സ്നേഹിക്കുന്നെങ്കിൽ, If you love your job the most, നിങ്ങളുടെ മക്കളെയാണ് if സ്നേഹിക്കുന്നത്, you love your children the most, പൊസിഷനെയാണ് if സ്നേഹിക്കുന്നത്, you love your position the most, ദൈവാത്മാ പറയുക സ്തോത്രം. today morning Lord is reminding, എന്നെ വിളിക്കുമ്പോൾ ദൈവത്തിന്റെ സ്നേഹിതൻ എന്നറിയപ്പെടാൻ ആഗ്രഹിക്കുന്ന എത്ര പേരുണ്ട്? how many of when God calls you, how many of you want to be called as a beloved, a friend of God? ചിലതിനെ അർപ്പിക്കണതിൽ അർപ്പിക്കാൻ നിങ്ങൾ തയ്യാറായാൽ You should be ready to sacrifice what is demanded of you. റോമലേഖനം 12 സ്തോത്രം. നിങ്ങളുടെ ശരീരങ്ങളെ ദൈവത്തിന് വിശുദ്ധിയും ബാക്കി പറഞ്ഞാട്ടെ എല്ലാവരും ശ്രദ്ധിച്ച എന്താ പറയുന്നത്? നിങ്ങളുടെ ശരീരങ്ങളെ ദൈവത്തിന് ജീവനും വിശുദ്ധിയുള്ള ദൈവത്തിന് പ്രസാദമുള്ള യാഗമായി സമർപ്പിപ്പീൻ. Even as the Romans remind us to present our bodies as a living sacrifice, holy and acceptable to the Lord. Amen. ദൈവത്തിന് നമ്മെ തന്നെ സമർപ്പിക്കുമ്പോൾ When we submit ourselves in the presence of God, ദൈവത്തിന് പ്രിയരാകുകയാണ്. we become beloved to God. ആമേൻ. ശിഷ്യന്മാരിൽ ഒരാളെ കുറിച്ച് കർത്താവ് പറഞ്ഞ ഒരു പദപ്രയോഗമുണ്ട്, വിശേഷണ പദമുണ്ട്. നിങ്ങൾ പറയണം. There's one disciple about which Jesus says something different, a special. ഒരാളെ കുറിച്ച് കർത്താവ് ഒരു വിശേഷണ പദം പറഞ്ഞു. About one apostle, Jesus said something special. What is the special word? പറഞ്ഞാട്ടെ. കർത്താവിന്റെ ദാസന്മാർ പറയും, നിങ്ങളൊന്ന് പറഞ്ഞാട്ടെ. Hallelujah. What was that? യോഹന്നാനെ കുറിച്ച് ഒരു കാര്യം പറഞ്ഞു. യേശു സ്നേഹിച്ച ഒരു ശിഷ്യൻ. The disciple whom Jesus loved. എന്താ കാര്യം? എന്താ കാര്യം? What was the reason? എന്തുകൊണ്ടാണ് യോഹന്നാനെ കുറിച്ച് അങ്ങനെ പറയാൻ കാര്യം? Why was the reason why John was called a beloved disciple? ഞാൻ പറയാം. യേശുവിന്റെ ക്രൂശീകരണ സമയം വന്നപ്പോൾ When the time of the Lord's crucifixion came, എല്ലാവരും ഓടിപ്പോയി. all his disciples deserted him. സാഹചര്യം അനുസരിച്ച് ഓടിപ്പോകുന്നവരാ നമ്മൾ. We are all one who desert according to the circumstances. ദൈവത്തെ സേവിക്കാനല്ല കർത്താവ് പറഞ്ഞത്. God did not ask you to serve God according if it is all good for you. ഒത്തു വന്നാൽ ഞാൻ ദൈവത്തെ സേവിക്കാന്നുള്ളതല്ല. It is not that I will serve the Lord if all my circumstances align correctly. പറയട്ടെ, എല്ലാ സാഹചര്യം ഒത്തു വന്നാൽ ഞാൻ യേശുവിനെ പിൻപറ്റാവുന്നല്ല. I will not follow Jesus if everything is comfortable for me. എല്ലാവരും മാറിപ്പോയപ്പോഴും When everybody else deserted the Lord, നിൽക്കുന്ന ഒരു യോഹന്നാനെ we see a John who was standing close to the cross. എന്നെ ഒത്തിരി സന്തോഷിപ്പിച്ച വാക്യം. And that verse brought me great joy. ക്രൂശിനരികിൽ നിൽക്കുന്ന യോഹന്നാനെ യേശു കണ്ടെന്ന് മാത്രമല്ല, We see that John who was waiting for him at the foot of the cross. ജീവിതത്തിന്റെ പത്മോസിലും യേശു യോഹന്നാനെ കണ്ടു കേട്ടോ. Even in the life, in the circumstances of Patmos Island, John saw. ശ്രദ്ധിച്ചോ നിന്റെ പത്മോസിലും യേശു നിന്നെ കാണും. In your most circumstances of your life, God will see you. അനുഭവിക്കാത്തവർ ആരും ഉണ്ടോന്ന് എനിക്ക് തോന്നുന്നില്ല. I don't know there's anybody who won't have a Patmos experience in his life. ഏകാന്തതയിലും കൂടെ വരുന്ന ഒരുവനുണ്ട്. There's the one who is with you in your loneliest of lonely experiences. ഒറ്റപ്പെടുത്തുമ്പോഴും കൂടെ വരുന്നവനുണ്ട്. When the whole world put you aside, there's the one who watches you. മരണഭീതി നിന്റെ മേൽ ഏൽപ്പിച്ചുകൊണ്ട് മരണത്തിന് വേണ്ടി വിധിക്കപ്പെട്ട ഇടയിൽ നിന്റെ അടുക്കൽ വരുന്ന ഒരുവനുണ്ട്. There's the one, even if you're condemned to die, there's the one who comes near you. ധൈര്യപ്പെടുന്ന ഒരു കാര്യമുണ്ട്. There's this going which encourages me. കഷ്ടതയുടെ നടുവിലും ക്രൂശിനരികെ നിൽക്കാൻ നിങ്ങൾ തയ്യാറായാൽ, If you are willing to stand by the cross even in time of difficulties, നിനക്ക് വേണ്ടി ഇറങ്ങി വരുന്ന ഒരുവനുണ്ട്. even in your island Patmos experience, there's the one who comes near you. ചില കാര്യങ്ങൾ പറഞ്ഞു പോകുന്നവനല്ല. It is not just he comes near you, he will talk to you. അവന്റെ കൈ അവന്റെ യേശുവിന്റെ കരം അവന്റെ മേൽ വെച്ച് പറയുക. The hand of God was upon John. എന്റെ യോഹന്നാനെ, എന്റെ പ്രിയനായ യോഹന്നാനെ, My beloved John. അവൻ റുമിഷൻ ചക്രവർത്തി നിനക്ക് വേണ്ടി നിയമങ്ങൾ എത്ര എതിരെ ഉണ്ടാക്കിയാലും, Oh, the emperor may have written decrees against you. നിനക്ക് വേണ്ടി മരണം വിധിക്കപ്പെടുവാൻ, Maybe you're condemned to die. നീ ഭയപ്പെടേണ്ട. Do not be afraid, John. കരസ്പർശനം അനുഭവിക്കുന്നവർക്കായി ഞാൻ സ്തോത്രം I ചെയ്യുന്നു. thank God who are experiencing the hand of God in their life. ഭയപ്പെടേണ്ട. Do not be afraid, John. Do not be afraid, John. നീ ഭയപ്പെടേണ്ട. In your loneliness, do not be afraid. നീ ഭയപ്പെടേണ്ട. In your time of loneliness, do not be afraid. In time of your suffering, do not be afraid. ഇല്ലാത്തൊരു താക്കോൽ എന്റെ കയ്യിൽ. Oh, I have a lock, I have a
a key which others don't have. ഡൊമിഷ്യൻ ചക്രവർത്തിയുടെ കയ്യില്ലാത്തൊരു താക്കോൽ എന്റെ What കയ്യിൽ Emperor Delosian may not have, I have something. ആമേൻ. മരണത്തിന്റെയും പാതാളത്തിന്റെയും താക്കോൽ എന്റെ കൈവശമുണ്ട്. I have the keys to the Hades and to the dead. ഇന്ന് രാത്രി മരണത്തെ ഭയപ്പെടുന്ന ആരെങ്കിലും ഉണ്ടോ? If anybody is afraid of death this time, ഞാൻ പറഞ്ഞു, യേശു പറയാതെ സംഭവിക്കത്തില്ല. without the knowledge of the Lord, it won't happen. യോഹന്നാനെ ബലപ്പെടുത്തിയ ദൈവത്തിനായി We സ്തോത്രം. thank the Lord, we strengthened him. ആമേൻ. Hallelujah. മരണപ്പെട്ടവനായി ഇവിടം തീരുമെന്ന് ലോകം പറയുമ്പോൾ When the world condemned, he is condemned to die and he will die in the island of Patmos. അവിടെ കൊണ്ട് തീരാൻ ദൈവം അനുവദിക്കത്തില്ല. His story did not end it there. ഒന്നുകൂടെ ഞാൻ പറയും, ഇവിടം കൊണ്ട് നീ അവസാനിക്കുന്ന ലോകം പറയുമ്പോൾ, When world says this is it, you will die here. ഇവിടം Or കൊണ്ട് നിന്റെ കഥ തീരുമെന്ന് ലോകം when the പറയുമ്പോൾ, world says this is the end of your story, വിശ്വാസത്തോടെ പറയാമോ? with faith would you be able to tell? എന്നെ ദൈവം അനുവദിക്കാതെ ഒന്നും സംഭവിക്കത്തില്ല. Without my Lord's approval, knowledge, nothing will happen to me. ഭയപ്പെടേണ്ട. Oh, do not be afraid. പാതാളത്തിന്റെ മരണത്തിന്റെ താക്കോലെ കൈവശമുണ്ട്. Oh, the gate to the dead and Hades are with me. ആ പ്രിയനായ യോഹന്നാൻ ലഭിച്ചെങ്കിൽ Oh, if that beloved John received ലോകത്തിന്റെ that, വിധിയെഴുത്തിനെ മാറ്റാൻ നമ്മുടെ ദൈവത്തിന് my കഴിയും. God can change the decrees of the world. ഉണ്ടെങ്കിൽ ഒന്ന് നന്ദി പറഞ്ഞ് ദൈവത്തിന് If you believe that, would you praise God? Would you thank God? എന്റെ പത്മോസിനെ പരദേശിയാക്കാൻ ദൈവത്തിന് കഴിയും. My God can change my Patmos into paradise. അവിടെ ഉയർത്തുന്ന ദൈവത്തിന്റെ സാന്നിധ്യം അനുഭവിച്ചറിയുക. Oh, he is experiencing the power of the Lord from high. ആമേൻ. Hallelujah. ആകയാൽ Therefore, പ്രിയമക്കൾ എന്ന പോലെ just like beloved children, ആമേൻ, നമ്മുടെ ദൈവത്തെ അനുകരിപ്പാൻ നമ്മുടെയായി may God help us to be the imitators of the Lord. എന്താണ് യേശു കർത്താവ് പിതാവായ ദൈവത്തിന് പ്രിയനായതിനാൽ സ്തോത്രം. Because Lord Jesus Christ was beloved to ഇന്ന് God. രാവിലെ നാം ഇംഗ്ലീഷ് പാട്ട് പാടിയപ്പോൾ When we sang our English song, എല്ലാ ഡൊമിനിയനും, all dominions, എല്ലാ പ്രിൻസിപ്പാലിറ്റീസും, all principalities, എല്ലാ കിങ്ഡവും every kingdom അവന്റെ കീഴിലാണ്. will bow before our Lord. ഉറപ്പുണ്ടോ? Would you believe that? ആമേൻ. വേണമെങ്കിൽ പിശാച് ചോദിച്ചടാ, ഞാൻ എല്ലാം തന്നേക്കത്തില്ലായിരുന്നു നിനക്ക്. Satan would have said, I would have given you all this. ഈ കാണുന്നതെല്ലാം ഞാൻ തരത്തില്ലായിരുന്നു. I would have given you all this that you see. അങ്ങനെ യേശു സമർപ്പിച്ചിരുന്നെങ്കിൽ If Jesus would have surrendered to that, സ്വർഗ്ഗത്തിലും ഭൂമിയിലും സകല അധികാരവും കർത്താവ് ലഭിക്കത്തില്ലായിരുന്നു. then Lord would not have received all the powers of heaven and earth, സകല വാഴ്ചകൾക്കും മീതെ, ആമേൻ, above all authorities, സകല അധികാരങ്ങൾക്കും മീതെ, about all dominions, രാജാക്കന്മാർക്കും മീതെ, above every kingdom. ഉയർത്തപ്പെടാൻ എന്താണ് കാര്യം? What's the reason he is glorified above them all? പ്രിയനായതുകൊണ്ട്. Because Lord Jesus was beloved to the Lord. Let's all stand up in the presence of God. അവിടെ ബന്ധങ്ങളെ ഒന്നുകൂടെ. ഹല്ലേലൂയ. Hallelujah. Hallelujah. വ്യക്തമായി ദൈവാത്മാവ് നിങ്ങളോട് സംസാരിക്കുന്നു. Holy Spirit is speaking clearly to you. Are you just a child of God? Are you just a child of God? Or are you dearly beloved to God? Or are you dearly beloved? Dearly beloved ആണെങ്കിൽ നമ്മുടെ രീതിയും നമ്മുടെ പ്രാർത്ഥനാന്തരീക്ഷവും ഒക്കെ മാറ്റപ്പെടും. If you are dearly beloved, the way you worship, the way you pray, all will change. Dearly beloved ആയ പത്മോസിൽ യോഹന്നാനായപ്പോൾ When dearly beloved John was in the island of Patmos, പാട്ട് പാടാൻ ആരുമില്ല. there was nobody to sing alongside him. പ്ലേ ചെയ്യാൻ ആരുമില്ല. He didn't have a nice AC environment. ഒരാളുമില്ല. There's nobody alongside him. ആമേൻ. പ്രിയനായ യേശുവിന്റെ മുഖം കണ്ടപ്പോൾ, But when he saw the face of his beloved Lord Savior, യേശുവിന്റെ മുഖം കൊണ്ടതായ when he saw the face of the Lord Jesus, when he was ദിവസം വന്നപ്പോൾ, ഹല്ലേലൂയ, on one day came, നീയാലികളുടെ കണ്ണുള്ളവൻ, the one who had blazing eyes of fire, പൊൻകൊച്ചു കെട്ടിവനായി, who had the white sash around him, പെരുവെള്ളത്തിന് ഇരച്ചിൽ പോലെ കണ്ടുവരുവനെ, and whose sound was like many waters. വിശ്വാസ കണ്ണുകളാൽ കണ്ടവൻ ദൈവത്തെ ആരാധിക്കുന്നു. With the eyes of faith can we see him and worship him. കർത്താവിന്റെ ദിവസം വന്നപ്പോൾ നമ്മളെ പോലെ അല്ല യോഹന്നാൻ ഇരുന്നത്. John was not sitting like us, like on that island. എനിക്ക് ഇങ്ങനെ സംഭവിച്ചല്ലോ എന്ന് പറഞ്ഞ് വെറുതെ ഇരിക്കുകയല്ല. He was not sitting disheartened, oh, why did this happen to me? He was not sitting criticizing God, why did this happen to me? He forgot everything else. കർത്താവിന്റെ ദിവസം വന്നപ്പോൾ, When the day of the Lord came, അവൻ ദൈവത്തിന്റെ മുഖം കണ്ടവനെ ആരാധിക്കുന്നു. oh, he sought the face of the Lord and he worshipped him. കാര്യം ഇങ്ങനെയാണ്. And it's written there as says, യേശുവിന്റെ സാക്ഷ്യം നിമിത്തമായി, as because of the testimony of Lord Jesus Christ, പത്മോസിലായിരുന്നപ്പോൾ, when I was in the island of Patmos, കർത്താവിന്റെ ദിവസം വന്നു കേട്ടോ. and there was a Lord's day. കർത്താവിന്റെ ദിവസം, There was a Lord's day. ദിവസം ഞാൻ പറയട്ടെ, കർത്താവിന്റെ
ദിവസം നമുക്ക് വേണ്ടി You know there's a Lord's Day prepared for us. കർത്താവിന്റെ ദിവസമായി ഇന്നത്. Today is Lord's Day. ലോർഡ്സ് ഡേ ആണെന്ന് എത്ര പേര് അറിയുന്നുണ്ട്? How many of you know today is Lord's Day? ഇത് കർത്താവിന്റെ ദിവസമാണ്. Today is Lord's Day. മറ്റ് 6 ദിവസം നിങ്ങളുടെ ദിവസമാണ്. All rest of the 6 days may be for you. കർത്താവിന്റെ ദിവസം വന്നപ്പോൾ But when the Lord's Day came, അവൻ ആത്മാവിൽ ആരാധിക്കുന്നു. oh, he started worshiping God in spirit. He started worshiping God in spirit. He started praising God in spirit. He started worshiping God in tongues. But if you start worshiping God, would you start worshiping God? Would you start worshiping God in tongues? Oh, he was caught in spirit. It's not just when you're here. Hallelujah. Hallelujah. You are not clapping your hands for somebody else. You are not clapping your hands for a man of God. But when you start worshiping the Lord of Lords, the Son of God, God can change your Patmos into paradise. He was compelled in spirit to worship God. Let our worship go to the next level. Even as you are beloved to the Lord. When I worship my Lord, I do not worship the Lord according to my circumstances. I worship the Lord in the richness of my relationship with Him. How many of you desire like that? Oh, for some time we will worship the Lord. We are going to worship the Lord. സ്തോത്രം ഒരു അവസാനത്തെ പാട്ട് പാടി തീർക്കാനല്ല, നാം ദൈവത്തെ ആരാധിക്കുന്ന പ്രത്യേക നിമിഷങ്ങളായി മാറുവാൻ ഏൽപ്പിച്ചുകൊണ്ട് even as our brothers lead, we'll together worship the Lord. Amen. ചേർന്ന് ഓ ലക്ഷങ്ങൾ തെളിയിച്ചുകൊണ്ട് നമ്മുടെ പ്രിയനായ കർത്താവിന്റെ മുഖം കണ്ട് ആരാധിക്കും. ഇന്ന് നാം വിശ്വാസത്താൽ നമ്മുടെ കർത്താവിന്റെ മുഖം കാണുന്നു. എന്നാൽ ഒരു ദിവസം മുഖാമുഖമായി അവനെ കാണും എന്നുറപ്പുള്ളവർ ഒന്ന് സന്തോഷത്തോടെ പറയാം, കർത്താവേ ഞാൻ അവനെ കാണും. കർത്താവ് ഷാജിക്കാരൻ